യൂത്ത് കോൺഗ്രസ് ഇപ്പൊ രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ യുവജന വിഭാഗമാണല്ലോ. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന വിഭാഗം ഏത് പ്രക്ഷോഭമാണ് ഈ രാജ്യത്ത് അവർ നടത്തിയത്? ഈ തൊഴിലില്ലായ്മയുടെ മുദ്രാവാക്യം ഉയർത്തി ഈ ഡിവൈഎഫ്ഐ ഓരോ വർഷവും എത്ര പ്രക്ഷോഭങ്ങൾ നടത്തി? ഒരൊറ്റ പ്രക്ഷോഭം യൂത്ത് കോൺഗ്രസ് നടത്തിയോ ദേശീയ അടിസ്ഥാനത്തിൽ? SFI കഴിഞ്ഞ ദിവസം ഇവിടെ സെനറ്റ് ഹാളിന് മുൻവശത്ത് സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ സമരം 2-3 മണിക്കൂർ നീണ്ടു വളരെ പ്രക്ഷുബ്ധമായ സാഹചര്യമായിരുന്നു. വളരെ ആർജവത്തോടു കൂടിയുള്ള സമരമായിരുന്നു. ആ സമരം കാണുന്ന സമയത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക്, മുതിർന്ന നേതാക്കൾക്ക് തോന്നുകയാണ്, എത്ര ആർജവത്തോടു കൂടിയാണ് നിങ്ങൾ സമരം നടത്തുന്നത്, നിങ്ങളുടെ യുവജന വിഭാഗം, നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ സമരം നടത്തുന്നത് എന്ന് തോന്നുകയാണ്. അത്ര പോരാ കോൺഗ്രസ്സുകാർ എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള പരാമർശമായിരിക്കുമോ സ്വാഭാവികമായും കോൺഗ്രസിലെ പുതിയ വിവാദങ്ങളുടെ കാരണം? ഇതിപ്പോ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. ഞങ്ങളുടെ നല്ല പ്രവർത്തി കാണുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ചില ഘട്ടത്തിൽ അത് പ്രാധാന്യത്തോടെ സൂചിപ്പിക്കുന്ന നിരവധി ഇടപെടലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക്, കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കും മെഡിക്കൽ കോളേജുകളിൽ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ക്യാമ്പയിനുകളെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും പല ഘട്ടത്തിലും യൂത്ത് കോൺഗ്രസിന്റെ യോഗത്തിൽ വരെ പ്രകീർത്തിച്ച് സംസാരിക്കുകയും അവരെ മാതൃകയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയായാലും കെ മുരളീധരനായാലും പറഞ്ഞത് പൊതുസമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനത്തെ പല ഘട്ടത്തിലും നന്നായി തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ എവിടെ പ്രകൃതി ദുരന്തമുണ്ടായാലും അത്യാഹിതമുണ്ടായാലും അവിടെ ഓടിയെത്തി സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന, യാതൊരു പ്രതിഫലവുമില്ലാതെ ദിവസങ്ങൾ അധ്വാനിക്കുന്ന ആ പ്രവർത്തനങ്ങൾ കണ്ട് ഡിവൈഎഫ്ഐയെ മാതൃകയാക്കണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സംയോജിത കൃഷിയും ജൈവ കൃഷിയും പ്രചരിപ്പിക്കാൻ നാട്ടിൽ നമ്മുടെ നിരവധി ഇടപെടലുകൾ, ഡിവൈഎഫ്ഐ നടത്തുന്ന ഇടപെടലുകൾ, മദ്യത്തിനും മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, ഇവയെല്ലാം കാണുമ്പോൾ ആ ഡിവൈഎഫ്ഐ കണ്ടുപിടിക്കുന്നു പറഞ്ഞ ക്ലിപ്പിങ്ങുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിരവധിയുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി സമരവും സംഘടനാ പ്രവർത്തനവും കൃത്യമായി മുന്നോട്ട് പോകുന്നു. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചത് ഏതെങ്കിലും തരത്തിൽ പ്രിവിലേജോടെയോ സ്പോൺസേഡ് സമരം എന്ന രൂപത്തിലൊക്കെ കളിയാക്കി പറയുകയാണ്, അനാവശ്യമായി അത്തരം വാക്കുകൾ ഉപയോഗിക്കുകയാണ്. അന്ന് എത്ര SFIക്കാരെയാണ് പിടിച്ചു വലിച്ച് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയത്? ആ മാർച്ച് അങ്ങ് എത്തുന്നതിന് മുമ്പ് ഇലക്ട്രിക് ജലഭീരങ്കി അടിച്ച് ആ സമര സഖാക്കൾ, പെൺകുട്ടികളും ആൺകുട്ടികളും തെറിച്ചു പോകുന്നത് നാം കണ്ടില്ലേ? VK സനോജ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി നയിച്ച ജാഥ ആ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ ജലഭീരങ്കി അടിച്ച് ആ സമരത്തെ വളഞ്ഞു പോലീസ് നിൽക്കുന്നത് നാം കണ്ടില്ലേ? അപ്പൊ ഒരു തരത്തിലും പ്രിവിലേജോടെയല്ല, സമരവും സംഘടനാ പ്രവർത്തനവും കൃത്യമായി കൊണ്ടുപോകുന്നു. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും കോടതി കയറി ഇറങ്ങുകയാണ്. അവിടെ വ്യാജ ID കാർഡ് ഉണ്ടാക്കി എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമോ യുവജന പ്രസ്ഥാനമോ അല്ല, മാധ്യമങ്ങളും അല്ല, അവരിൽ നിന്ന് തന്നെയാണ്. ഇത്ര ആയിരക്കണക്കിന് തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചത്. FIR ഇടുന്നു, കോടതിയിൽ പോകുന്നു, ഇപ്പോഴും കോടതിയിൽ ആ കേസ് പെൻഡിങ് നിൽക്കുന്നു. അതിനെ നിഷേധിച്ചുകൊണ്ട് ഒരു കൂട്ടം രംഗത്ത് വരുന്നു. വോട്ടിംഗ് മെഷീൻ അടക്കം കൃത്യമായിട്ട് അത് അച്ചടിക്കാൻ ഉപയോഗിച്ച പ്രിന്റർ അടക്കം പുറത്തെടുക്കുന്നു. അതിന്റെ തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യം. ഇപ്പൊ ചൂരൽമല മുണ്ടക്കൈ കൃത്യമായി 20 കോടിയിലധികം 2.5 കോടി രൂപ പിരിച്ച് 100 പേർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ആ കൃത്യമായി 25 വീടെന്ന് പറഞ്ഞ് 100 വീട് നിർമ്മിച്ചെടുക്കാൻ ഗവൺമെന്റ് സംവിധാനത്തെ ഡിവൈഎഫ്ഐ പണം ഏൽപ്പിച്ചു. അതിനു മുമ്പേ തന്നെ 25 വീട് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചപ്പോൾ 30 വീടെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചതാ. ആ ക്ലിപ്പിങ്ങുകളെല്ലാം ഇപ്പോൾ ഉണ്ടല്ലോ. എന്നിട്ട് എന്താ സ്ഥിതി? ആ ഫണ്ട് മുഴുവൻ മുക്കി എന്ന് അവരുടെ സംസ്ഥാന ക്യാമ്പിൽ തന്നെ ആരോപണം വരുന്നു. മുക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തുന്നു. പക്ഷേ മുക്കി എന്ന് പറഞ്ഞ് ഇപ്പൊ വിവരം വരുന്നു. ഇപ്പൊ 15ഓളം കമ്മിറ്റിക്കെതിരെ നടപടി വരുന്നു, നേതാക്കന്മാർക്കെതിരെ നടപടി വരുന്നു. 6-7 ലക്ഷം രൂപ ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റി പിരിച്ചു കൊടുത്തു എന്നും അതൊന്നും രേഖകളില്ലെന്നും പറഞ്ഞ് അവർ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇപ്പോ ഈ സമര രംഗത്തേക്ക് ഇറങ്ങുന്ന യൂത്ത് കോൺഗ്രസുകാർക്ക് പോലീസിനെ മാത്രം, നിങ്ങൾക്ക് പോലീസിനെ മാത്രം നോക്കിയാൽ മതി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫേസ്ബുക്കിൽ ചില AI ചിത്രങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി ചെടിക്ക് വെള്ളം നനയ്ക്കുന്ന പോലെയാണ് കേരള പോലീസ് ജലപീരങ്കി CPMന്റെയും LDF SFIയുടെയും ഒക്കെ സമരത്തിന് നേരെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പോയ രക്ഷാപ്രവർത്തന കാലഘട്ടത്തിലെ മർദ്ദനങ്ങളുടെ ചിത്രങ്ങളൊക്കെ അപ്പുറത്ത് വെച്ച് ഫേസ്ബുക്കിലൊക്കെ വളരെ സജീവമായിരുന്നു. അപ്പോൾ പോലീസിനെയും അതിനൊപ്പം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെയും കൂടി തെരുവിൽ നേരിടേണ്ടി വരുന്ന യൂത്ത് കോൺഗ്രസുകാരെ കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നവർ. അല്ല, അതൊക്കെ വെറുതെയാണ്. ഇപ്പൊ നമ്മൾ യൂത്ത് കോൺഗ്രസ് ഇപ്പൊ രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ യുവജന വിഭാഗമാണല്ലോ. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന വിഭാഗം ഏത് പ്രക്ഷോഭമാണ് ഈ രാജ്യത്ത് അവർ നടത്തിയത്? ഇപ്പൊ ഏറ്റവും രൂക്ഷമായ വിഷയമാണ് തൊഴിലില്ലായ്മ. ഇപ്പൊ നമുക്കറിയാം, പഹൽഗ്രാമിൽ 26 ടൂറിസ്റ്റുകളെ കൊന്നൊടുക്കി 2 ദിവസം യുദ്ധസമാനമായ അന്തരീക്ഷം വന്നപ്പോൾ ഇന്ത്യയുടെ പട്ടാളത്തിൽ പോലും 1.25 ലക്ഷം പേരുടെ ഒഴിവുകൾ ഉണ്ടെന്നുള്ള വിവരം വന്നു.
ഒറീസയിൽ ട്രെയിനുകൾ കൂട്ടിമുട്ടി ഇപ്പം 32 മണിക്കൂർ തുടർച്ചയായി ട്രെയിൻ ഓടിക്കേണ്ടി വന്ന ലോക്കോ പൈലറ്റുമാർ നിയമന നിരോധനം, തസ്തിക വെട്ടിക്കുറയ്ക്കുന്നു, റെയിൽവേയിൽ വരെ ലക്ഷക്കണക്കിന് ഒഴിവുകളാണ്. ഈ തൊഴിലില്ലായ്മയുടെ മുദ്രാവാക്യം ഉയർത്തി ഈ ഡിവൈഎഫ്ഐ ഓരോ വർഷവും എത്ര പ്രക്ഷോഭങ്ങൾ നടത്തി? ഒരൊറ്റ പ്രക്ഷോഭം യൂത്ത് കോൺഗ്രസ് നടത്തിയോ ദേശീയ അടിസ്ഥാനത്തിൽ? വർഗീയതയും അതുപോലെ തന്നെ മതനിരപേക്ഷത തകർക്കാനുള്ള ഇടപെടൽ നടക്കുമ്പോൾ, രാജ്യത്തിന്റെ മുക്കിലും മൂലയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവമായ വിഷയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ദേശീയ തലത്തിൽ ഒരു പോരാട്ടം സംഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ ആരാണെന്ന് നമുക്കറിയോ? ഈ കേരളത്തിൽ മാത്രം ഏത് വിഷയം വന്നാലും ഗവൺമെന്റിനെ ആക്രമിക്കാനും നുണ പ്രചരിപ്പിക്കാനും സോഷ്യൽ മീഡിയ വഴി റീല് നിർമ്മിക്കാനും നടത്തുന്ന ഇടപെടലല്ലാതെ ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ യുവജന വിഭാഗമായി മാറാൻ യൂത്ത് കോൺഗ്രസിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മുഖ്യധാരയിൽ നിന്ന് അവർ തെറിച്ചു പോകുന്നത് മറ്റാരുടെയും കുറ്റമല്ല. ഒരു പ്രിവിലേജും ഉയർത്തിയില്ല. തൊഴിലില്ലായ്മയ്ക്കും മതനിരപേക്ഷത സംരക്ഷിക്കുവാനും അതുപോലെ വർഗീയ അജണ്ടക്കെതിരെ നിരന്തരമായിട്ടുള്ള പോരാട്ടം. ഇപ്പോൾ കേരളത്തിലെ ഗവർണറും ചാൻസലറും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, എവിടെയെങ്കിലും കൃത്യമായിട്ടൊരു നിലപാട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചോ? ഇന്നിപ്പോ താൽക്കാലിക VC-മാരെ നിയമിക്കുന്നതിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നു. എത്ര നാളായി ഡിവൈഎഫ്ഐയും SFIയും അടക്കം മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യത്തിന് കൃത്യമായിട്ടുള്ള അംഗീകാരമാണ് കോടതിയിൽ നിന്ന് വന്നത്? ഗവർണർ എന്ന് പറഞ്ഞാൽ കൃത്യമായി മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ്. ആ ഗവർണറുടെ ചെയ്തിക്കെതിരെ സമരം നടത്തിയപ്പോൾ സൂപ്പർ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇവിടെ നടത്തിയ പ്രചരണമൊക്കെ നടക്കുമ്പോൾ എവിടെയായിരുന്നു KSUവും യൂത്ത് കോൺഗ്രസും? ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ ദേശീയ പ്രാധാന്യമുള്ള വിഷയത്തിലോ സംസ്ഥാന പ്രാധാന്യമുള്ള വിഷയത്തിലോ രാജ്യത്തെ ബാധിക്കുന്ന വിഷയത്തിലോ ഒരു പ്രക്ഷോഭമോ പോരാട്ടമോ നടത്താതെ സംഘടനാ തെരഞ്ഞെടുപ്പ് മുതൽ ഓരോ ക്യാമ്പയിൻ ഏറ്റെടുക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കളത്തി പോരാട്ടമായിട്ട് മാറേണ്ട ഒരു ദുരവസ്ഥ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് വന്നതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് യുവജനങ്ങളുടെ കൃത്യമായി അവരെ സംഘടിപ്പിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു, സമരങ്ങൾ ഏറ്റെടുക്കുന്നു, അവരിൽ കൃത്യമായി ഒരു യുവാവായി വളർത്തുന്ന എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ ഇടപെടുന്നു. സമരവും പോരാട്ടവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ശരി.